അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീസ. അപ്പോൾ ഇന്ന് നമ്മൾ ലേക്ക് പോവാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം നീന്താൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ സ്വിമ്മിങ് സൂട്ടിലാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് സ്വിമ്മിങ് അറിയാം എന്ന് തോന്നണോ? എനിക്കറിയാം. എനിക്ക് കുറച്ചറിയാം, അത്രയും അറിയില്ല, എനിക്ക് കുറച്ചറിയാം. അപ്പോൾ നിങ്ങളോടൊപ്പം പോയോ ആ ട്രിപ്പിലേക്ക് കാണാം. അപ്പോൾ വ്യൂ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ കാറിലാണ്, ബാക്കിൽ കൊടുക്കാറ്, ഫ്രണ്ടിലുണ്ട് കാറ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബീച്ചിലെത്താൻ. അപ്പോൾ എനിക്ക് നീന്തുന്നത് കാണിച്ചു തരാം, എനിക്കെല്ലാം കാണിച്ചു തരാം. അപ്പോൾ കണ്ടു. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെയാണ് ഇതുപോലെ ഓഫ് കിട്ടുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് പുറത്തുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിവിടെ വെസ്റ്റ് മീൻ എന്ന് പറഞ്ഞ കൗണ്ടിയിൽ മുള്ളിങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എളുപ്പത്തിൽ പോയി വരാനായിട്ടും പിള്ളേർക്ക് അത്യാവശ്യം കളിച്ച് രസിക്കാനുള്ളൊരു സ്ഥലവും ഈ ലോഫ് ലൈൻ, ഇവിടെ അടുത്ത് കുറച്ച് ലേക്കുകളുണ്ട്, 3-4 ലേക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേക്ക് ഇതാണ്, ലോഫ് ലൈൻ. കാസൽ പോളാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് അടുത്താണ്. പിന്നെ ഈ ഒരു വഴിക്ക് നല്ല പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ മൂന്നാർ വാഗമണ്ണൊക്കെ പോണ വഴി പോലെയാണ് ഞങ്ങൾക്ക് ഈ വഴി തോന്നിക്കണേ. കാരണം നല്ല സീനറിയാണ്, നല്ല ഹരിതാഭയും പച്ചപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴി എന്ന് പറയാം. അങ്ങനെ നല്ല ഡ്രൈവാണ് ഇത് കൂടെ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും സെലക്ട് ചെയ്യുക ഈ ഡ്രൈവായിരിക്കും. ഞാൻ ആദ്യം അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കുന്നത്. കാരണം നല്ല പറമ്പുകളും വലിയ വലിയ തോട്ടങ്ങളും ഭയങ്കര കൃഷിയായിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക്. പിന്നെ ഞാനധികം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല ഈ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയായിരിക്കുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ ട്രെയിൻ യാത്രയാണെന്നുണ്ടെങ്കിലും നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റണത് ഈ കാണുന്ന പോലെ തന്നെ ഹരിതാഭയും പച്ചപ്പും മാത്രമായിരിക്കും. കാരണം കുറേ പുൽപിടിച്ച മൈതാനങ്ങളും കുറേ മൊട്ടക്കുന്നുകളും, പക്ഷെ എല്ലാം അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ അരുത്തുള്ള വേലികൾ, 2 സൈഡിലുള്ള വേലികളൊക്കെ അവരിങ്ങനെ വെട്ടി നല്ല ഭംഗിയിൽ അവർ നിർത്തുന്നുണ്ട്. കാരണം ഓരോ കാലാവസ്ഥയിലും നല്ല ഭംഗിയാണത്. അങ്ങനെ കുറേ കാടും മേടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു കുഞ്ഞ് ടൗണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. ഈ ടൗണിൻ്റെ പേരാണ് കോളിൻസ് ടൗൺ. നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്തിനോട് എത്താറായിട്ടുണ്ട്. കാരണം ആ ടൗണിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് പോയാൽ മതി, ആ കാറ് വന്ന വഴിയിൽ ആ വഴി കൂടെ നമുക്ക് അങ്ങോട്ട് കയറിയാൽ മതി. അവിടെ നിന്ന് ഇത്തിരി കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലേക്കായി. കാരണം ഇവിടെ നിന്നേ തൊട്ട് നമുക്ക് കാണാനും പറ്റും കേട്ടോ ലേക്ക്. ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല കാലാവസ്ഥയാണ്. ആ കാണുന്നതാണ് കേട്ടോ ലേക്ക്, നല്ല ഭംഗിയില്ലേ കിടക്കണ കാണാൻ. നമുക്ക് കടലാന്നൊക്കെ തോന്നും. ഞാൻ വന്നപ്പോൾ വിചാരിച്ച കടലാണോ ഇനിയിപ്പോൾ ഇത്, കാരണം അത്രയും കാറ്റുള്ള സ്ഥലമാണിത്. പിന്നെ തിരകൾ പോലെ ഇങ്ങനെ വരും. അപ്പോൾ എന്നെ പോലെ ആർക്കും ഇനി മിസ്റ്റേക്ക് പറ്റണ്ട. അപ്പോൾ അതാണ് നമ്മുടെ ലേക്ക്. അപ്പോൾ ഹലോ ഗൈസ്, വി ആർ ബാക്ക്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി, ലേക്കാണ് എന്നാൽ ഞാൻ എത്തി. എനിക്ക് കുറച്ച് സ്വിമ്മിങ് അറിയാം, അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം അവിടെയാണ് എൻട്രൻസ്.
നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കും വെള്ളത്തിന് നല്ല ചൂടായിരിക്കുന്നു, പക്ഷെ തണവാണ്. കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവണം വെള്ളത്തിൽ നിന്നിട്ട്, എന്നാലാണ് നമുക്ക് ഇത്തിരി ചൂടൊക്കെ അനുഭവപ്പെടുള്ളൂ. ഈ ബോർഡ് കണ്ട അതിൽ എഴുതിയേക്കണ 2 ഭാഷകൾ കണ്ടോ, ഒരെണ്ണം ഇംഗ്ലീഷിലും ഒരെണ്ണം ഐറിഷിലാണ്. അപ്പോൾ ഈ ഐറിഷ് പ്രൊനൗൺസിയേഷനാണ് ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ പേര്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ വായിച്ചു കഴിഞ്ഞാൽ ലോഗ് ലൈൻ എന്നൊക്കെ പറയും, ഇവർ ലോഫ് ലൈൻ എന്നാണ് പറയുക. എങ്ങോട്ട് പോണേ? അങ്ങോട്ട് പോണ്ട, നല്ല ഒഴുക്കുണ്ട്. ഇങ്ങോട്ട് നീങ്ങ. തണുപ്പുണ്ടാ? കൈ നിലത്തോത്ത്. കാല് മുകളിലടിക്കും. അങ്ങനെ അടിക്കാം, അങ്ങനെ അടിക്കും. കാല് മുകളിലടിക്കടാ. അങ്ങനെ അടിക്കാം, അങ്ങനെ അടിക്കാം, അങ്ങനെ. കൈ നിലത്തോത്ത് അടിക്കും. അങ്ങനെ അടി. നീങ്ങി വാ. പേടിച്ച് വെള്ളത്തിനെ പേടിച്ച് നീന്തൽ പഠിക്കാൻ പറ്റില്ല. ഷാർക്കല്ലേ, എന്തെങ്കിലും നീന്തിയേ പറ്റൂ. വാ, അപ്പൊ വാടാ. അപ്പൊ തന്നെ വാങ്ങട്, പേടിക്കണ്ട. വാ, നിന്നെ ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കില്ല. വാ, കുടിപ്പിക്കില്ല. വാ, പൊക്കില്ല. വാ. ഇങ്ങനെ താഴുക. അപ്പോൾ ബോഡി ടെമ്പറേച്ചറും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടെ ഇങ്ങനെ മാച്ച് ആവും. ഇങ്ങനെ മെല്ലെ മെല്ലെ താഴും. വെള്ളത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യും. കൈ ഇങ്ങനെ വെള്ളത്തിൽ ബാലൻസ് ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്യും. ബോഡി ഫുൾ വെയിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൊടുക്കും. കയ്യിൽ കൊടുക്കും. കയ്യിൽ ഫുള്ള് ബോഡിയുടെ വെയിറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി കിടക്കും. അതിങ്ങനെ ഞാൻ കിടക്കണില്ലേ, എനിക്ക് എത്ര കിലോ ഉണ്ടായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കണ്ട. അതുപോലെ ഇങ്ങനെ അങ്ങനെ പൊങ്ങി കിടക്കും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഞാൻ ഭയങ്കര താങ്ക് യു. Don't forget to like, subscribe and share, and don't forget to hit the like button and